രാജ്യസൂചന നൽകി ഫേസ്ബുക്ക് പോസ്റ്റിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ. പദവികൾക്കപ്പുറത്തേക്ക് തനിക്ക് വലുത് പാർട്ടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ FB പോസ്റ്റിൽ പറയുന്നു. സ്ഥിതി പാഠകർ തന്റെ വിമർശകരായി ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹപ്രകടനവുമുണ്ട്. അതേസമയം തന്നെ കൊടുക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങൾ തന്നെ വേട്ടയാടി. അവന്തികയുടെ ആരോപണത്തിൽ മാത്രം മറുപടി പറഞ്ഞ രാഹുൽ മറ്റാരോപണങ്ങളിൽ നിന്നും വിശദീകരണം നൽകാതെ ഒളിച്ചോടി. ലൈംഗിക പീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. 3 ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും രാഹുൽ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല. ഇന്ന് മറുപടി നൽകിയത് അല്ലെങ്കിൽ പ്രതിരോധം തീർത്തത് അവന്തികയുടെ ആരോപണത്തിന് മാത്രമാണ്. ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുമ്പോഴും അതിലും ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ സമ്മതിച്ചില്ല. അതിനോട് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. രാഹുലിനെതിരെ ഏറ്റവും ശക്തമായ തെളിവുകളായി പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ, കോൾ റെക്കോർഡുകൾ, ഇതിലൊന്നും തന്നെ രാഹുൽ പ്രതികരണം നൽകിയില്ല. പകരം തനിക്ക് പറയാനുള്ളത് മാത്രം പറയുകയാണ് ഇന്ന് രാഹുൽ ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊതുവിൽ ഇന്ന് രാഹുലിൻ്റെ രാജി ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ രാജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയില്ല. ആവർത്തിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, രാഹുൽ രാജി വെക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ രാജിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അത്തരത്തിലൊരു പ്രതികരണം രാഹുൽ നടത്താൻ തീരുമാനിച്ചിരുന്നില്ല. പകരം അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മാത്രം മറുപടി പറയാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധിച്ചത്. മറ്റൊരു നാടകീയ നീക്കങ്ങൾക്കും രാഹുൽ ഇന്ന് നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് വാർത്താ സമ്മേളനത്തിന് പിന്നാലെ MLA ബോർഡ് വെച്ച കാറിൽ നിന്ന് രാഹുൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് തിരിക്കുകയും പൊടുന്നനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണ് ഇത്തരമൊരു നാടകം രാഹുൽ കളിച്ചതെന്നും ആണ് ലഭിക്കുന്ന സൂചന. എന്തായാലും രാഹുൽ പാർട്ടിക്കുള്ളിൽ തീർത്തും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് AICC നേതൃത്വത്തോട് KPCC രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വനിതാ MLA ആയിരിക്കുന്ന ഉമാ തോമസ് പറയുന്നു, രാഹുൽ രാജി വൈകരുതെന്ന് പറയുന്നു. അങ്ങനെ പരസ്യമായി തന്നെ രാഹുലിനെ തള്ളിക്കൊണ്ട് നേതാക്കളുടെ പ്രതികരണം വരുന്നു. ഈ ഘട്ടത്തിലും രാഹുൽ ഈ രാജി സമർപ്പിച്ചിട്ടില്ല. നാളെ ഒരുപക്ഷെ രാജി ഉണ്ടാകുമോ എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. ആ കാര്യത്തിൽ രാഹുലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി വിശദീകരണം ഉണ്ടാകേണ്ടത്. എന്തായാലും തനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷമേ രാജിയിലേക്ക് കടക്കൂ എന്ന സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. എന്തായാലും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ നീക്കവും എന്നും പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്കെതിരായിട്ട് വന്ന എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത്?